ശ്യാം, ഇപ്പോൾ അതിരൂക്ഷമായ വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുകയാണ്. IB ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യ കഴിഞ്ഞ 62-ാം ദിവസം ആണ് ഇപ്പോൾ പ്രതി കീഴടങ്ങിയിരിക്കുന്നതും. ഹൈക്കോടതിയുടെ അതിരൂക്ഷ വിമർശനങ്ങൾക്ക് ശേഷം കോടതി ഇന്ന് ചോദിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ എന്താണ് ശ്യാം? അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം സുകാന്ത് സുരേഷിനെതിരെ ഉയർത്തിക്കൊണ്ടാണ് ഹൈക്കോടതി ജസ്റ്റിസ് ബെച്ചുക്കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ഇന്ന് സുകാന്ത് സുരേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. ആ ജാമ്യാപേക്ഷ തള്ളിയ വിധി പ്രസ്താവത്തിൽ അല്ലെങ്കിൽ ആ ഉത്തരവ് പ്രസ്താവിക്കുമ്പോൾ തന്നെ പറഞ്ഞത്, പുറത്തു വന്ന തെളിവുകൾ, സുകാന്ത് സുരേഷിനെതിരെ പുറത്തു വന്ന തെളിവുകൾ മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. ഇനിയും നിരവധിയായ തെളിവുകൾ പുറത്തു വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിലെടുത്തുള്ള ചോദ്യം ചെയ്യൽ അനിവാര്യമാണ്. അന്വേഷണം ശരിയായ രീതിയിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്, അന്വേഷണം പൂർത്തിയാകേണ്ടതുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഹൈക്കോടതി പറഞ്ഞു വെച്ചത്. മാത്രമല്ല, സുകാന്ത് സുരേഷ് സ്നേഹത്തിന്റെ പേരിൽ യുവതികളെ ചൂഷണം ചെയ്തു എന്നുകൂടി ഹൈക്കോടതി പറയുകയും ചെയ്തു. പ്രതി മാനസികവും ശാരീരികവും സാമ്പത്തികവുമായി നിരവധി യുവതികളെ ചൂഷണം ചെയ്തു എന്നാണ് ഹൈക്കോടതി പറഞ്ഞു വെച്ചത്. ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചതിന്, അതായത് IB ഉദ്യോഗസ്ഥയെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചതിന് വാട്സപ്പ് ചാറ്റുകൾ ഉൾപ്പെടെ ടെലഗ്രാം ചാറ്റുകൾ ഉൾപ്പെടെ തെളിവായുണ്ട് എന്ന കാര്യവും കൂടി കോടതി വ്യക്തമാക്കുകയും ചെയ്തു. സുകാന്ത് സുരേഷ് ഒരേ സമയം നിരവധി യുവതികളുമായി അവരെല്ലാം ഈ വിവാഹ വാഗ്ദാനം നൽകി അവരുമായി ബന്ധം പുലർത്തി. മാത്രമല്ല, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു കുറ്റവാളി എന്ന നിലയിലാണ്. അതുകൊണ്ട് തന്നെ സുകാന്ത് സുരേഷിനെതിരെ അന്വേഷണം അനിവാര്യമാണ്, കസ്റ്റഡിയിലെടുത്തുള്ള ചോദ്യം ചെയ്യൽ അനിവാര്യമാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിരീക്ഷിച്ചിട്ടുണ്ട്. രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനവും ഉന്നയിച്ചു. ആ വിധി പ്രസ്താവം കഴിഞ്ഞതിന് ശേഷം കോടതി വാക്കാൽ പറഞ്ഞത്, നിങ്ങൾ കീഴടങ്ങണം, പോലീസിന് മുന്നിൽ ഇന്ന് തന്നെ കീഴടങ്ങുന്നതാണ് നല്ലത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതി വാക്കാൽ പറയുകയും ചെയ്തു. അങ്ങനെ പറഞ്ഞതിന്റെ തൊട്ടു പിന്നാലെ കീഴടങ്ങിയെന്നല്ലേ ശ്യാം മനസ്സിലാക്കേണ്ടത്? അയാൾ കൊച്ചിയിലുണ്ടപ്പോൾ. അതായത് സ്മൃതി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഇത്രയും നാൾ പോലീസിന്റെ മൂക്കിന് താഴെ ഉണ്ടായിരുന്ന ഒരാളാണ്. കൊച്ചി സിറ്റി പോലീസിന്റെയോ അല്ലെങ്കിൽ കേരളത്തിലെ പോലീസ് സംവിധാനത്തിന്റെയോ കീഴിൽ കണ്ണത്തും ദൂരത്ത് അല്ലെങ്കിൽ കയ്യെത്തും ദൂരത്ത് ഉണ്ടായിരുന്ന ഒരാളാണ്. ഹൈക്കോടതിയുടെ വിധി വന്നതിന് തൊട്ടു പിന്നാലെ, മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് തൊട്ടു പിന്നാലെ കീഴടങ്ങുന്നത്, അതും എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിൽ, സിറ്റി പോലീസിൽ കീഴടങ്ങുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ കീഴടങ്ങുമ്പോൾ അത് ഈ പ്രതി ഈ നഗരത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നതാണ്. ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യരുത് എന്ന ഉത്തരവ് ബാധകമായത് കഴിഞ്ഞ 4 ദിവസങ്ങളിൽ അല്ലെങ്കിൽ 3 ദിവസങ്ങളിൽ മാത്രമാണ്. അറസ്റ്റ് ചെയ്യുന്നതിന് വിലക്കുണ്ടായിരുന്നത് കഴിഞ്ഞ 4 ദിവസങ്ങളിൽ മാത്രമാണ്. അത് വെള്ളിയാഴ്ച മുതൽ ഇന്ന് വരെയുള്ള ദിവസങ്ങളാണ്. കൃത്യമായി പറഞ്ഞാൽ 3 ദിവസങ്ങൾ. ഈ 3 ദിവസങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് 2 മാസത്തോളം പോലീസ് ഈ പ്രതിയെ, സുകാന്ത് സുരേഷിനെ അറസ്റ്റ് ചെയ്തിരുന്നില്ല. ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാമായിരുന്നു. അതായത് കേരളത്തിൽ തന്നെയുള്ള, ഈ നഗരമധ്യത്തിൽ തന്നെയുള്ള എവിടെയോ താമസിച്ചിരുന്ന ഒരാളെ പോലീസിന് കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നില്ല. പക്ഷേ സുകാന്ത് സുരേഷ് ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി എന്ന ഒരൊറ്റ കാരണത്താൽ പോലീസ് സുകാന്ത് സുരേഷിനെ അറസ്റ്റ് ചെയ്യാതിരിക്കുകയായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ഹൈക്കോടതി ഒരു ഘട്ടത്തിൽ പോലീസിനോട് ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് സുകാന്ത് സുരേഷിന്റെ അറസ്റ്റ് ഇത്രയും വൈകിയത്, എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തത് എന്ന കാര്യം. സുകാന്ത് സുരേഷ് ഒളിവിലാണ് എന്ന മറുവാദം, ന്യായം പ്രോസിക്യൂഷൻ നിർത്തുമ്പോൾ പറയുന്നത് പോലീസിന്റെ കള്ളക്കളിയാണ് പൊളിയുന്നത്. ഇത്ര നാളും 62-ാം ദിവസമാണ് പ്രതി ഇപ്പോൾ കീഴടങ്ങുന്നത്. IB ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യയ്ക്ക് ശേഷം 62-ാം ദിവസം പോലീസ് ഇതുവരെയും പ്രതിയെ പിടികൂടിയില്ല. ഹൈക്കോടതിയിൽ നിന്നും അതിരൂക്ഷ വിമർശനങ്ങൾ വരികയും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്തതിന്റെ തൊട്ടു പിന്നാലെ കൊച്ചിയിൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ എത്തിയിരിക്കുന്നു പ്രതി എന്നുള്ളതാണ്.